ഒറിഗാനോ, റോസ്മേരി. അമ്മയ്ക്ക് സാധനം മനസ്സിലായ? എന്താടാ? ഇതാണ് ഒറിഗാനോ. ഒറിഗാമിയോ? ഒറിഗാമി അല്ല, ഒറിഗാനോ. ഓ, കറിവേപ്പിലേക്ക് വയറിടുന്നായിരിക്കും അല്ലേ? ആ ബെസ്റ്റ്. എൻ്റെ അമ്മ ഇത് ഇറ്റാലിയൻ ഫുഡിലിടുന്ന സാധനമാണ്. ഞാൻ വല്ല ഹെൽപ്പ് ചെയ്യണോ? വേണ്ട വേണ്ട, അവിടെ ഇരുന്നാൽ മതി. എൻ്റെ അമ്മ എന്തൊക്കെയാണ് ഞങ്ങൾക്ക് ഉണ്ടാക്കി തരുന്നത്. ഞാൻ ഉണ്ടാക്കി തരുന്നത് അങ്ങോട്ട് കഴിക്കി. ശരിയാ, പക്ഷെ ഞാനുണ്ടാക്കുന്ന വായി വെച്ച് തിന്നാൻ കൊള്ളുമായിരുന്നു. അതെ, ഞാൻ ആവശ്യത്തിന് ഇവിടെ ഇരുന്ന് ഇളക്കുന്നുണ്ട്. അവിടെ ഇരുന്ന് ഇനി കൂടുതൽ ഇളക്കി തരണ്ട. കുക്കിംഗ് എന്ന് പറഞ്ഞാൽ മൂഡിൽ ചെയ്യണ പരിപാടിയാണ്. ആ മൂഡ് പോയി. എടാ, അതെ, നമ്മുടെ റോഷനില്ലേ? നമ്മൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ. ഒന്ന് ഒച്ചത്തി പറ. അത് ശരിയാണല്ലോ. എടാ, ചില കാര്യം പറയുമ്പോഴേ അമ്മയ്ക്ക് ശബ്ദം അങ്ങ് വെളിയിലോട്ട് വരത്തില്ല. പരദോഷം പറഞ്ഞ് പഠിച്ചോണ്ടാ. അത് വിടാ, റോഷനില്ലേ, അവള് പട്ടാ പകല് ദേ മുട്ടിന്റെ അത്രയും പോലും ഇറക്കില്ലാത്ത നിക്കറിട്ടോണ്ട് വഴി കൂടെ നടക്കുന്നടാ. നിക്കറല്ല, ഷോർട്സ്. അത് ഇട്ടോണ്ട്. എന്റെ അമ്മേ, ഞാൻ എങ്ങനെ പെണ്ണെ കെട്ടി വീട്ടിലോട്ട് വരും? നമ്മൾ കുറച്ച് ലിബറലായിട്ടൊക്കെ ചിന്തിക്കണം. പെണ്ണുങ്ങൾക്ക് ഈ നാട്ടിൽ സ്വാതന്ത്ര്യം വേണ്ടേ? അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം അവർ ഇട്ടേന്നേ. നമുക്ക് പ്രശ്നമൊന്നുമില്ലോ. അവിടെ പോയിരുന്നേ. ഞാനില്ലേ, നേരെ നോക്കി ഓടിക്കും. ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. ഗ്രീഷു, ബാഗ്, ഈ ജീൻസ് ചേട്ടനോ? ഞാൻ ഈ ബൈക്ക് ഓടിക്കണമെന്നൊരു ആഗ്രഹം പറഞ്ഞിരുന്നേ, അപ്പൊ തന്നെ സാധിച്ചെന്ന് എനിക്ക്. ഇതെന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളാ, സുലേജു. ഓ, നിങ്ങൾ ഈ വണ്ടി ഓടിച്ച് പഠിച്ചു വന്നതേ കവലേക്കുടിയാ? അതെ. അപ്പോൾ ആരെങ്കിലും ഒക്കെ നിക്കണ്ടായോ? അവിടെ ആരാണ്ടൊക്കെ ഉണ്ടായിരുന്നു ചേട്ടാ. ഞാൻ ശ്രദ്ധിച്ചൊന്നുമില്ല. എന്ത് പറ്റി ചേട്ടാ? ഒന്നുമില്ല ചേട്ടാ. സുലേജുനെ എനിക്ക് ഇഷ്ടാ. സുലേജുനാണെങ്കിൽ എന്നെ ഭയങ്കര ഇഷ്ടാ. അപ്പൊ ഞങ്ങള് രണ്ടുപേരും കല്യാണം കഴിക്കാൻ അങ്ങ് തീരുമാനിച്ചു. അല്ലേ? അപ്പൊ ചേട്ടന്റെ അടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് ആളൊന്ന് പരിചയപ്പെടുത്താറാന്ന് വിചാരിച്ചു കൊണ്ടുവന്നേ. ഓ, അമ്മയ്ക്ക് അറിയാം. നല്ല വിനയുള്ള പയ്യനാടാ. നീ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് എന്റെ കാര്യമില്ല. അല്ല, കല്യാണം എന്നൊക്കെ പറയുമ്പോ നമുക്ക് ആലോചിക്കാം അല്ലേ? എന്താലോചിക്കാൻ? ഞങ്ങൾ രണ്ടാളും തമ്മിൽ ഇഷ്ടത്തില്ല. അല്ല, കല്യാണം അവനവന്റെ പേഴ്സണൽ ഫ്രീഡം ആണ്. എന്നാലും അല്ലേ? എന്നാ പിന്നെ ചായ എടുക്കട്ടെ? എന്തിനു വേണോ? വേണ്ട. എടാ, നിനക്കെന്തോ തിരക്കുണ്ടെന്ന് പറഞ്ഞില്ലേ? ചേട്ടാ, ഇവൻ എന്തോ തിരക്കുണ്ടെന്ന്. നീ എന്നാ വിട്ടോ? പോട്ടെ അമ്മേ. ശരി മോനെ, പതുക്കെ എന്നാ ഇറങ്ങണേ. വിട്ടോ? ഓക്കെ. അമ്മയുടെ അനുഗ്രഹം ഞാൻ നേരത്തെ മേടിച്ചായിരുന്നല്ലോ. അതെ. ഗ്രീഷു, അമ്മേ. അമ്മ കഴിക്കാൻ എന്തെങ്കിലും എടുക്കുന്ന നല്ല വിശപ്പ്. മതി. ആഹാ, കൊള്ളാലോ വീഡിയോ. പരിപാടി വർക്കൗട്ട് ആയിട്ടുണ്ട് കേട്ടാ. അതെ, നിന്റെ ഈ രീതികളൊന്നും ശരിയല്ല. എന്ത്? ഒരു പയ്യനെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവരിക, എന്നിട്ട് അമ്മയുടെയും ചേട്ടന്റെ മുമ്പിൽ വെച്ച് ഞാൻ കെട്ടാൻ പോണ പയ്യനാന്ന് പറയുക. പോരാണ്ട് അവനെ ബൈക്കിൽ കയറ്റി വെച്ച് നാട്ടുകാരുടെ മുമ്പിൽ കൂടി മുഴുവൻ കറങ്ങി. ഇനി നാളെ എന്തൊക്കെ അപവാദം പറഞ്ഞുണ്ടാക്കും? ചേട്ടന് വല്ല അസുഖമുണ്ടോ? ഞാൻ ആരും കൂടെ ഒളിച്ചോടി പോയൊന്നുമില്ലല്ലോ. എന്റെ ഒരു ഇഷ്ടം ഞാൻ നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും വന്ന് പറഞ്ഞു. അതിനെന്തോ? അത്രയല്ലേ ഉള്ളൂ. അല്ല, എന്നാലും അങ്ങനെയല്ലല്ലോ. ചേട്ടൻ എന്തൊക്കെയാ പറയണേ? ചേട്ടൻ സാമാന്യ ബോധമുള്ള ഒരു ചെറുപ്പക്കാരനല്ലേ? ഒന്നുമില്ലേ, നിങ്ങൾക്ക് ഇത്രയും പ്രായമായില്ലേ? പിന്നല്ലാതെ ആണും കുയിച്ചിട്ട് ലിബറലൊക്കെ ആവും. ഞാൻ ലിബറലും പ്രാക്ടിക്കലൊക്കെ തന്നെയാ. എന്നാലും സ്വന്തം പെങ്ങളുടെ കാര്യം വരുമ്പോ നമ്മളവന്റെ ചുറ്റുപാടൊക്കെ അന്വേഷിച്ചിട്ടല്ലേ പ്രൊസീഡ് ചെയ്യുള്ളൂ. സുലേജു സൂപ്പറാ. സുലേജു നല്ല പേര്. എന്നാലും ചെറുക്കൻ നന്നായാ മതി. വേറെ പ്രശ്നമൊന്നും എനിക്കില്ല. ആരെങ്കിലും അളിയന്റെ പേര് വെച്ച സുലേജു ഇതൊക്കെ എങ്ങനെ പറയും? മൈ ഹാർട്ട്. ദേ, ഏതൊരു മൈ ഹാർട്ട് വിളിക്കുന്നുണ്ട്. അമ്മ നോക്ക്, മൈ ഹാർട്ട്. ഓ, അപ്പൊ നിങ്ങൾക്ക് എന്തോ ആവാ അല്ലേ? എനിക്കാണല്ലോ ഒന്നും പറ്റാത്ത. പിന്നല്ലാതെ. ഹലോ ഗിരീഷേട്ടാ. എന്താ അച്ചു? എന്ത് പറ്റി മോളെ? ചേച്ചി ഒന്ന് വിളിക്കാമോ? എന്ത് പറ്റി?
ചേട്ടന്ന് വിളിക്ക്, എന്നിട്ട് കുറച്ചു നേരമൊക്കെ സംസാരിച്ചിരിക്കേ. അല്ലെങ്കിൽ ഞാനിപ്പോ ഒന്ന് വിളിക്കണം എന്ന് വിചാരിച്ചിരിക്കായിരുന്നു. ആണോ? എന്നാ പെട്ടെന്ന് വിളിക്ക. ആ ഓക്കെ ഓക്കെ, ശരി ശരി, വിളിക്കേ. ഹലോ, ഹലോ, എന്തിയാ? TV കാണായിരുന്നു. അവിടെ എന്താ പരിപാടി? ആണോ? ഇത് വേണ്ട, കുഴപ്പമില്ല. ആ ഇത് കൊള്ളാം, സൂപ്പർ. പിന്നെ ചേച്ചി പോവാ. ലീലാമ്മച്ചി ടാറ്റാ. എന്താ കഴിച്ചേ? ഞാനിതെവിടെ ചെടി നനയ്ക്കുക. ആണോ? അക്ഷര, ഇതെന്ത് പറ്റി? ആകൊരു മാറ്റം. ഹെയർ സ്റ്റൈൽ മാറ്റിയോ? മോൾക്ക് ആ പഴയ സ്റ്റൈൽ തന്നെയായിരുന്നു കൂടുതൽ ഭംഗി. അല്ലെങ്കിൽ അക്ഷരയ്ക്ക് ഇപ്പൊ ഒരുക്കത്തിലൊന്നും ഒരു ശ്രദ്ധയും ഇല്ല. ചേച്ചിയല്ലേ ഇപ്പൊ മോൾ ഒരുക്കുന്നേ? അയ്യോ, വിഷമായോ? സാരല്ല, ഇതും ഭംഗിയുണ്ട്. നിനക്ക് എന്നോടെന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞില്ലേ? ആ എടി, നീ സത്യം പറയണം, കള്ളം പറയല്ലേ. നീ കാര്യം പറ. എടാ, എന്നെ കാണാൻ എന്തെങ്കിലും ഭംഗിക്കുറവുണ്ടോ? ഇപ്പൊ മിക്ക ദിവസം എലീന മിസ് ഓരോരോ കമന്റുകൾ പറയുക, ഒരുക്കം ശരിയായില്ല, മുടി ശരിയായില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചേ, എന്നെ കാണാൻ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? എലീന മിസ് എന്തെങ്കിലും പറയട്ടെ, നീ നിന്റെ കാര്യം നോക്ക്. എന്നാലും പറയടാ. മിസ് പറയണതിൽ കാര്യമില്ലാതില്ല. ശരിയാ, ഞാനും എപ്പോഴും ശ്രദ്ധിക്കണേ. നിന്നെ കാണാൻ പണ്ടത്തെ അത്ര രസമില്ല. ശരിയാ ശരിയാ, നിന്നിപ്പോ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഭംഗിയൊക്കെ ഉണ്ട് അക്ഷര, പക്ഷെ എവിടെയോ ഒരു മിസ്സിങ്. അക്ഷരയും കൂട്ടുകാരും എന്താ അവിടെ നിൽക്കുന്നേ? ഇനി ബാ ബാ ബാ.